Welcome to another video lesson of professional business skill, module 4 part 3, cyberspace, opportunities and threats. What is cyberspace? എന്താണ് cyberspace? Cyberspace is the virtual world created by computers and internet. കമ്പ്യൂട്ടറും ഇന്റർനെറ്റും എല്ലാം ചേർന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു ഓൺലൈൻ വേൾഡ് അല്ലെങ്കിൽ വെർച്വൽ വേൾഡ് ആണ് സൈബർ സ്പേസ്. ഇറ്റ് ഈസ് ദ ഗ്ലോബൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വിച്ച് ഫെസിലിറ്റേറ്റ്സ് ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ. ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്ന ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് നെറ്റ്വർക്ക് ആണ് സൈബർ സ്പേസ്. ഇറ്റ് ഈസ് ദ വെർച്വൽ സ്പേസ് ഫോർ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പ്രധാനമായിട്ടും ഇൻഫർമേഷനും കമ്മ്യൂണിക്കേഷനും വേണ്ടിയാണ് ഈ സ്പേസ് ഉപയോഗപ്പെടുത്തുന്നത്. It permits the processing, manipulation, exploration and augmentation of information. അത് എന്തിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു? Processing of information, manipulation of information, exploration of information and augmentation of information. It also facilitates interaction and communication between people living all over the globe. ലോകം മുഴുവൻ ഉള്ള ആളുകൾക്ക് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമുള്ള ഒരു അവസരം സൈബർ സ്പേസ് ഒരുക്കി തരുന്നു. Next, cyberspace opportunities. What are the opportunities provided by cyberspace? Cyberspace നമുക്ക് അല്ലെങ്കിൽ ബിസിനസ്സിന് തുറന്നു തരുന്ന ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവസരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻഫർമേഷണൽ റിസോഴ്സസ്. ഇറ്റ് ഈസ് എ വെർച്വൽ ലൈബ്രറി ഓഫ് സെർച്ചബിൾ ഇൻഫർമേഷൻ അവൈലബിൾ 24 hours into 7 days. സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്ന ഇൻഫർമേഷൻ, നോളജ്, അതിന്റെ ഒരു വെർച്വൽ ലൈബ്രറി അല്ലെങ്കിൽ ഓൺലൈൻ ലൈബ്രറിയാണ് സൈബർ സ്പേസ്. 24 മണിക്കൂറും അതുപോലെ ആഴ്ചയിൽ 7 ദിവസവും അത് ലഭ്യമാണ്. ഇറ്റ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ബെറ്റർ ഇൻ ബിസിനസ് അനലിറ്റിക്സ്, എഡ്യൂക്കേഷൻ, റിസർച്ച് എക്സെട്ര. എവിടെയെല്ലാം ഈ ഇൻഫർമേഷൻ ഉപയോഗപ്പെടുത്തുന്നു? ബിസിനസ്സിൽ, വിദ്യാഭ്യാസത്തിൽ, റിസർച്ചിൽ, ആരോഗ്യ മേഖലയിൽ, അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഇൻഫർമേഷൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നെക്സ്റ്റ് വൺ, കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയമാണ് അടുത്തത്. ഇറ്റ് എനേബിൾ അസ് ടു ഇന്ററാക്ട് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾ ഓൾ ഓവർ ദ ഗ്ലോബ്. നമുക്ക് ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലുമുള്ള ആളുകളുമായും ആശയവിനിമയം നടത്താൻ നമ്മളെ സഹായിക്കുന്നത് സൈബർ സ്പേസ് ആണ്. വയർലെസ് കമ്മ്യൂണിക്കേഷൻ സച്ച് ആസ് ബ്ലൂടൂത്ത് ആൻഡ് വൈഫൈ പ്രൊവൈഡ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ എഡ്യൂക്കേഷൻ, ബിസിനസ് ആൻഡ് അതർ ഫീൽഡ്. ഇപ്പോൾ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആയ വൈഫൈ, ബ്ലൂടൂത്ത് ഇവയുടെ ഡെവലപ്മെന്റ്സോട് കൂടി മറ്റൊരുപാട് അവസരങ്ങളാണ് പല മേഖലകളിലും ഉണ്ടായിട്ടുള്ളത്. Social networking is the next one. It is a great medium to connect with millions of people with similar interest. ഒരേപോലെയുള്ള താല്പര്യങ്ങളുള്ള ആളുകൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പരസ്പരം ഒരു ഗ്രൂപ്പായിട്ട് തിരിയാനും അങ്ങനെ അവരുടെ ഇൻട്രസ്റ്റുകൾ ഷെയർ ചെയ്യാനും സഹായിക്കുന്ന ഒരു മാധ്യമമാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ്. അപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സാധ്യമാക്കിയത് സൈബർ സ്പേസ് ആണ്. സോഷ്യൽ മീഡിയ ക്യാൻ ബി ബെസ്റ്റ് യൂട്ടിലൈസ്ഡ് ഫോർ മാർക്കറ്റിംഗ് ദ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഓഫ് ബിസിനസ്. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയ അതേപോലെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് കമ്പനികളും അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി, മാർക്കറ്റിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. അവിടെ നിന്നുള്ള ഡാറ്റ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇന്ന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. Next, business space. It is the space that can be utilized for business firms for data analytics, marketing, etc. Business, data analytics, marketing ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് സൈബർ സ്പേസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. Then electronic banking is the next one. Cyber space facilitate fast and secure online payments such as online banking, mobile payments, wallets, open banking, etc. ഇലക്ട്രോണിക് ബാങ്കിങ് സാധ്യമാക്കി തന്നത് സൈബർ സ്പേസ് ആണ്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഓൺലൈൻ ബാങ്കിങ്, മൊബൈൽ പേയ്മെന്റ്സ്, വാലറ്റ്സ്, ഓപ്പൺ ബാങ്കിങ് ഇവയെല്ലാം നമ്മൾ സൈബർ സ്പേസിലാണ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടാണ് നടത്തുന്നത്. ദെൻ ഇ-കൊമേഴ്സ് ഇസ് ദ നെക്സ്റ്റ് വൺ. ഇന്റർനെറ്റിലൂടെയുള്ള കച്ചവടമാണ് ഇ-കൊമേഴ്സ്. ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇ-കൊമേഴ്സ് പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ബോത്ത് ലാർജ് ആൻഡ് സ്മോൾ ഫേംസ്. ഇന്ന് ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമുകളിലൂടെ, ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെ കച്ചവടം നടത്തുന്നത് വലിയ വലിയ സ്ഥാപനങ്ങൾ മാത്രമല്ല, ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ പോലും ഇന്ന് ഇ-കൊമേഴ്സ് പോർട്ടലുകളിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവരുടെ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കുന്നുണ്ട്. Then outsourcing is the next one. The development of cyberspace paved the way for IT infrastructure outsourcing, business process outsourcing, etc. IT infrastructure outsourcing എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന് ഒരുപാട് IT ഇൻഫ്രാസ്ട്രക്ചർ വേണം, കമ്പ്യൂട്ടേഴ്സ്, ഇന്റർനെറ്റ്, അതിനുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ വേണം. ഇത് വേണമെങ്കിൽ ആ കമ്പനിയിലുള്ള എംപ്ലോയീസിന് ഡെവലപ്പ് ചെയ്യാം, എന്നാൽ വേണമെങ്കിൽ പുറത്തുള്ള ഒരു പാർട്ടിയെ ഏൽപ്പിക്കുക, അവർ വന്നിട്ട് അത് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെയാണ് IT ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഒരു പ്രോസസ്സ് പുറമേയുള്ള ഒരു പാർട്ടിയെ ഏൽപ്പിക്കുക. ഫോർ എക്സാമ്പിൾ അക്കൗണ്ടിംഗ് വർക്കിന് വേണ്ടി എംപ്ലോയീസിനെ ആ കമ്പനി നിയമിക്കുന്നില്ല, മറിച്ച് അക്കൗണ്ടിംഗ് വർക്ക് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിംഗ് കമ്പനിയെ ഏൽപ്പിക്കുന്നു. ഇങ്ങനെ ബിസിനസിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള വർക്കുകൾ, IT ഇൻഫ്രാസ്ട്രക്ചർ ഇവയൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യാൻ വേണ്ടി ഈ സൈബർ സ്പേസ് സഹായിക്കുന്നു. ദെൻ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. സ്മാർട്ട് ഡിവൈസസ് ആൻഡ് മെഷീൻസ് വിത്ത് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ബിസിനസ്, എഡ്യൂക്കേഷൻ
കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. ഇന്ന് ഏത് ഡിവൈസിലും ഇന്റർനെറ്റ് കണക്ട് ചെയ്യാം. അങ്ങനെ ഇന്റർനെറ്റ് കണക്ട് ചെയ്യുമ്പോൾ അത് സൈബർ സ്പേസിന്റെ ഭാഗമാകുന്നു. അത് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ബിസിനസ്സിൽ, വിദ്യാഭ്യാസത്തിലും ഒക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നു. Artificial intelligence. Artificial intelligence can solve complex problems in an efficient way in multiple industries such as education, healthcare, finance, cyber security, astronomy, etc. Artificial intelligence എന്താണെന്ന് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരുപാട് മേഖലകളിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഇന്ന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഹെൽത്ത് കെയറിൽ, ഫൈനാൻസിൽ, എഡ്യൂക്കേഷനിൽ, സൈബർ സെക്യൂരിറ്റിയിൽ, ആസ്ട്രോണമിയിൽ, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ ഇതെല്ലാം സൈബർ സ്പേസിന്റെ കൂടി സംഭാവനകളാണ്. Cloud computing is the next one. Cloud computing facilitates secure storage and access of apps, data and internet-based services from any location worldwide. Cloud storage എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവ് പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് എവിടെ നിന്നും നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യാം, എവിടെ നിന്നും നമ്മുടെ സ്റ്റോർ ചെയ്ത ഡാറ്റ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. IT industry opportunities. Developments in IT provides a lot of business and job opportunities in hardware, software services, cyber security, IT consulting, network integration, etc. Information ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്, സൈബർ സ്പേസിന്റെ ഡെവലപ്മെന്റ് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും ബിസിനസ് അവസരങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ സോഫ്റ്റ്വെയർ സെക്ടറിൽ, അതേപോലെ തന്നെ ഹാർഡ്വെയർ സെക്ടറിൽ, സൈബർ സെക്യൂരിറ്റി, IT കൺസൾട്ടിങ്, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ ഒരുപാട് തൊഴിലവസരങ്ങളും അതേപോലെ ബിസിനസ് അവസരങ്ങളും ഇത് സൃഷ്ടിച്ചിട്ടുണ്ട്. Then other cyberspace has opened up opportunities in entertainment industry, e-governance, healthcare, travel and tourism, education, etc. ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ e-governance, അതേപോലെ ഹെൽത്ത് കെയറിൽ, ട്രാവൽ ആൻഡ് ടൂറിസം, എഡ്യൂക്കേഷൻ, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ സൈബർ സ്പേസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്സ് ഒരുപാട് അവസരങ്ങൾ നമുക്ക് തുറന്നു തരുന്നുണ്ട്. സൈബർ സ്പേസ് ഇഷ്യൂസ് ആൻഡ് ത്രെഡ്സ്. ഒരു ഭാഗത്ത് നമുക്ക് ഒരുപാട് അവസരങ്ങൾ തുറന്നു തരുമ്പോൾ സൈബർ സ്പേസ് മറ്റൊരു ഭാഗത്ത് ഒരുപാട് പ്രശ്നങ്ങളും ഭീഷണികളും സൃഷ്ടിക്കുന്നുണ്ട്. അവ ഏതെല്ലാമാണെന്ന് നോക്കാം. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഡാറ്റ, മാൽവെയർ സച്ച് ആസ് കമ്പ്യൂട്ടർ വൈറസ്, എത്തിക്കൽ ഇഷ്യൂസ് ഓർ സൈബർ എത്തിക്സ്, ഇൻഫർമേഷൻ ഓവർലോഡ്, സൈബർ ക്രൈം ആൻഡ് സൈബർ സെക്യൂരിറ്റി, സൈബർ അഡിക്ഷൻ, ഹെൽത്ത് ഇഷ്യൂസ്, വേസ്റ്റ് ആൻഡ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ഇവയെല്ലാം സൈബർ സ്പേസ് സൃഷ്ടിക്കുന്ന ഇഷ്യൂസ് ആൻഡ് ത്രെഡ്സ് ആണ്. ഇവ ഓരോന്നോരോന്നായി നമുക്ക് എടുത്ത് അനലൈസ് ചെയ്യാം. Privacy and security of data. Data privacy is the right of individual to have control over their personal information. ഒറ്റയ്ക്കിരിക്കാനുള്ള, നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ സ്വകാര്യമായി സൂക്ഷിക്കാനുള്ള, അതിന്റെ മുകളിൽ കൺട്രോൾ വെച്ച് പുലർത്താനുള്ള നമ്മുടെ അവകാശമാണ് പ്രൈവസി എന്ന് പറയുന്നത്. The data shared in cyberspace may be collected and misused by others. It hurt the basic human right of privacy. നമ്മൾ ഇന്റർനെറ്റിൽ ഷെയർ ചെയ്യുന്ന ഡാറ്റ മറ്റു പലരും കൈക്കലാക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അത് നമ്മുടെ പ്രൈവസിയെ ബാധിക്കുന്നു. The privacy and security threats generated by internet is increasing day by day. അപ്പോൾ ഈ പ്രൈവസി അതേപോലെ തന്നെ സെക്യൂരിറ്റി, ഇത്തരം പ്രശ്നങ്ങൾ സൈബർ സ്പേസിൽ ഒരുപാട് വർദ്ധിച്ച് വരികയാണ്. There is no comprehensive legal framework that deals with privacy issue. ഇങ്ങനെ പ്രൈവസി ഇഷ്യൂ പരിഹരിക്കാൻ പര്യാപ്തമായിട്ടുള്ള നിയമങ്ങൾ ഈ ഒരു മേഖലയിൽ കുറവാണ് എന്ന് പറയാം. അല്ലെങ്കിൽ അത്തരം നിയമങ്ങൾ വേണ്ടത്ര ഫലപ്രദമായി നടപ്പിലാക്കപ്പെടുന്നില്ല എന്ന് നമുക്ക് പറയാം. Malware. What is malware? Malware refers to a malicious software. Malware എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ആണ്. എങ്ങനെയുള്ള സോഫ്റ്റ്വെയർ? ഇറ്റ് ഇസ് എ malicious സോഫ്റ്റ്വെയർ. ഒരു ദോഷകരമായ അല്ലെങ്കിൽ ക്ഷുദ്രകരമായ സോഫ്റ്റ്വെയർ ആണ്. മനുഷ്യർ ഉപയോഗിക്കുന്ന ഡിവൈസുകൾക്ക്, അതിലുള്ള ഡാറ്റയ്ക്കൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ദോഷം വരുത്തുന്ന സോഫ്റ്റ്വെയറുകളാണ് നമ്മൾ malware എന്ന് വിളിക്കുന്നത്. Malware is any software intentionally designed to cause damage to a computer program, data or network. കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ അതിന്റെ പ്രോഗ്രാമിന്, ഡാറ്റയ്ക്ക്, നെറ്റ്വർക്കിനൊക്കെ ഡാമേജ് വരുത്താൻ ഉള്ള ഒരു ഉദ്ദേശത്തോടു കൂടി സൃഷ്ടിക്കപ്പെടുന്ന ഏത് സോഫ്റ്റ്വെയറിനെ നമുക്ക് മാൽവെയർ എന്ന് വിളിക്കാം. ഇറ്റ് മേ ഇൻഫെക്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്, ഡിലീറ്റ് ഫയൽസ്, ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ, സ്റ്റീൽസ് ഡാറ്റ, അഫക്ട് ഹാർഡ്വെയർ എക്സെട്ര. അത് മറ്റ് പ്രോഗ്രാമുകളെ ബാധിക്കുന്നു, ഫയലുകൾ ഡിലീറ്റ് ചെയ്യുന്നു, അതേപോലെ ഡാറ്റ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്നു, അതേപോലെ ഡാറ്റ മോഷ്ടിക്കുന്നു, അതേപോലെ ഹാർഡ്വെയറുകളെ, ഹാർഡ് ഡിസ്ക് ഒക്കെ അടിച്ചു പോകാനൊക്കെ കാരണമാക്കുന്നുണ്ട്. Then there are a lot of malware types and some common malwares. ഒരുപാട് മാൽവെയറുകൾ ഉണ്ട്. അത് ഏറ്റവും കോമൺ ആയ ചില മാൽവെയറുകളാണ് കമ്പ്യൂട്ടർ വൈറസ്, അതേപോലെ കമ്പ്യൂട്ടർ വോംസ്, ട്രോജൻ ഹോഴ്സസ്, സ്പൈവെയർ, ആഡ്വെയർ, റാൻസംവെയർ എക്സെട്ര. Computer virus is the first and most important type of malware.
വൈറസ് എന്ന് പറഞ്ഞാൽ വൈറ്റൽ ഇൻഫർമേഷൻ അണ്ടർ സീജ് എന്നതിന്റെ ചുരുക്ക രൂപമാണ്. വൈറ്റൽ ഇൻഫർമേഷൻ, നിങ്ങളുടെ നിർണായകമായ വിവരങ്ങൾ അണ്ടർ സീജ്, അപകടത്തിലാണ് അല്ലെങ്കിൽ ഉപരോധത്തിലാണ് എന്നാണ് അർത്ഥം. കമ്പ്യൂട്ടർ വൈറസ് ഈസ് എ മലീഷ്യസ് പ്രോഗ്രാം ദാറ്റ് ക്യാൻ സ്പ്രെഡ് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക്, ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് മറ്റൊരു സ്മാർട്ട് ഫോണിലേക്ക്, ഇങ്ങനെ ഡിവൈസുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു മലീഷ്യസ് പ്രോഗ്രാം ആണ് കമ്പ്യൂട്ടർ വൈറസ്. ഇറ്റ് ഈസ് ജനറലി അറ്റാച്ച്ഡ് ടു ആൻ എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം ഓർ ഫയൽ ആൻഡ് വിൽ ഇൻഫെക്ട് കമ്പ്യൂട്ടർ വെൻ ദ യൂസർ റൺ ഓർ ഓപ്പൺ ഇറ്റ്. പൊതുവെ അത് ഇൻഡിപെൻഡന്റ് ആയിട്ടല്ല നിൽക്കുക, മറിച്ച് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഒരു ഫയലിൽ ഇത് അറ്റാച്ച് ചെയ്തിരിക്കും. ആ ഒരു പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴാണ് അത് ആക്റ്റീവ് ആവുന്നതും അല്ലെങ്കിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നതും. എ വൈറസ് ലേസ് ഡോർമെന്റ് ഇൻ ദ സിസ്റ്റം അണ്ടിൽ ദ യൂസർ എക്സിക്യൂട്ട് ഇറ്റ്. അപ്പൊ നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ ആ ഫയൽ ഓപ്പൺ ചെയ്യുന്നത് വരെ, പ്രോഗ്രാം റൺ ചെയ്യുന്നത് വരെ അത് കമ്പ്യൂട്ടറിൽ നിശബ്ദമായിട്ട് നിൽക്കും അല്ലെങ്കിൽ ഉറങ്ങുകയായിരിക്കും. അത് നമ്മളത് തുറക്കുമ്പോഴാണ്, ആ ഒരു ഫയലോ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമോ നമ്മൾ റൺ ചെയ്യുമ്പോഴാണ് അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. സം വൈറസസ് ആർ ഹാംലെസ് ആൻഡ് സം അതേഴ്സ് ക്യാൻ ഡാമേജ് ദ ഫയൽ, സോഫ്റ്റ്വെയർ ഓർ ഹാർഡ്വെയർ. ചില വൈറസുകൾ ഹാംലെസ് ആണ് അല്ലെങ്കിൽ അപകടകാരികളല്ല, എന്നാൽ മറ്റു ചില വൈറസുകൾ സിസ്റ്റത്തിന്, അതേപോലെ തന്നെ ഫയലുകൾക്ക്, അതേപോലെ ഹാർഡ്വെയറിന് ഒക്കെ ഒരുപാട് ദോഷങ്ങൾ വരുത്തുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഹാപ്പി ബർത്ത്ഡേ എന്ന പേരിലുള്ള ഒരു വൈറസ് ഉണ്ട്. ആ വൈറസ് നിരുപദ്രവകാരിയായ വൈറസ് ആണ്. നമ്മൾ സിസ്റ്റം ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വിൻഡോ വരും. ആ വിൻഡോയിൽ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റൂ. വേറെ യാതൊരു പ്രശ്നവും അതിനില്ല. നമുക്ക് സിസ്റ്റം ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഇഷ്യൂ മാത്രമാണ് ആ വൈറസ് വരുന്നത്. എന്നാൽ മറ്റു ചില വൈറസുകൾ നമ്മുടെ നിർണായകമായ ഫയലുകൾ ഡിലീറ്റ് ചെയ്യുകയും അത് അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് അടിച്ചു പോകാൻ കാരണമാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. Computer worms is the second type of malware. It is a malicious program that replicates itself and spread quickly across computer network. It is also a malicious program that replicates itself. അത് ഒന്നിൽ നിന്ന് മറ്റൊരു പകർപ്പിനെ സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ അത് പെരുകുന്നു. എന്നിട്ടോ സ്പ്രെഡ് ക്വിക്ലി അക്രോസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളിലൂടെ വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നു. Unless viruses, worms are self-sufficient programs that do not require a host program or file. നമ്മൾ നേരത്തെ പറഞ്ഞു വൈറസുകൾ സെൽഫ് സഫിഷ്യന്റ് അല്ല, അത് ഏതെങ്കിലും ഒരു ഫയലിൽ അല്ലെങ്കിൽ പ്രോഗ്രാമിൽ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, ഇരിക്കുന്നത്. എന്നാൽ വോംസ് എന്ന് പറയുന്നത് സെൽഫ് സഫിഷ്യന്റ് ആണ്, അതിന് ഏതെങ്കിലും പ്രോഗ്രാമോ അല്ലെങ്കിൽ ഫയലോ ഒന്നും ആവശ്യമില്ല. അതില്ലാതെ തന്നെ അത് പ്രവർത്തിക്കുന്നു, അതില്ലാതെ തന്നെ അത് കമ്പ്യൂട്ടറുകളിൽ വർക്ക് ചെയ്യുന്നു. It will be executed independently and spread over computer network. അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നു. Similar to viruses, worms are capable to infect data, cause network failure, destroy files, etc. എന്നാൽ വൈറസുകൾ സൃഷ്ടിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ആരും സൃഷ്ടിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ വോംസും സൃഷ്ടിക്കുന്നുണ്ട്. അത് ഡാറ്റ ഇൻഫെക്ട് ചെയ്യുന്നു, അതേപോലെ തന്നെ നെറ്റ്വർക്ക് ഫെയിലിയർ ആവാൻ കാരണമാക്കുന്നു, ഫയലുകൾ നശിപ്പിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വോംസും ചെയ്യുന്നുണ്ട്. Trojan horse is the next type of malware. It is a malicious software that can take control of a computer. അതൊരു malicious software ആണ് that can take control over a computer. അത് കമ്പ്യൂട്ടറിന്റെ നിയന്ത്രണം കൈവശപ്പെടുത്തുന്നു. And create a backdoor entry for hackers and malicious program. എന്നിട്ട് ഹാക്കേഴ്സിന് അല്ലെങ്കിൽ മറ്റ് malicious ആയിട്ടുള്ള പ്രോഗ്രാമുകൾക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കടന്നു കയറാനുള്ള ഒരു പിൻവാതിൽ തുറന്നു കൊടുക്കുന്നു. അപ്പൊ കമ്പ്യൂട്ടറിലൊക്കെ നിയമവിരുദ്ധമായി നുഴഞ്ഞു കയറി വിവരങ്ങൾ മോഷ്ടിക്കുന്ന ആൾക്കാരാണ് ഹാക്കേഴ്സ്. ഇവർക്ക് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിന് ദോഷം വരുത്തുന്ന മറ്റ് മലീഷ്യസ് പ്രോഗ്രാമുകൾക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കടന്നു കയറാൻ വേണ്ടി ഒരു ബാക്ക് ഡോർ തുറന്നു കൊടുക്കുന്ന മാൽവെയറുകളാണ് ട്രോജൻ ഹോഴ്സുകൾ. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ഹാക്കേഴ്സ് ആൻഡ് സൈബർ തീവ്സ്. ആരാണ് ഇത് ഉപയോഗിക്കുന്നത്? ഹാക്കേഴ്സ്, അതേപോലെ തന്നെ സൈബർ കള്ളന്മാരാണ് ഇത് ഉപയോഗിക്കുന്നത്. ടു സ്റ്റീൽ ഡാറ്റ, നമ്മുടെ വിവരങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടി, ഓർ ടു ഡു സം ഹാംഫുൾ ആക്ഷൻ ഇൻ യൂസേഴ്സ് കമ്പ്യൂട്ടർ ഓർ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നെറ്റ്വർക്കിലൊക്കെ ദോഷകരമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ഉപയോഗിക്കുന്നത്. അൺലൈക്ക് വോംസ്, ട്രോജൻ ഹോഴ്സസ് ഡു നോട്ട് റെപ്ലിക്കേറ്റ് ദംസെൽസ്. നമ്മൾ വോംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വോംസ് എന്ത് ചെയ്യുന്നുണ്ട്? റെപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ ഇവിടെ ട്രോജൻ ഹോഴ്സസ് എന്ത് ചെയ്യുന്നില്ല, ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ സൃഷ്ടിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ റെപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്നില്ല. Spyware is the next type of malware. It is a malicious program that installs itself on user's computer without his consent. ഇതൊരു malware ആണ്. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ, നമ്മുടെ സ്മാർട്ട് ഫോണിൽ നമ്മൾ അറിയാതെ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നു, നമ്മുടെ സമ്മതം കൂടാതെ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നു. ആൻഡ് കളക്ട് സെൻസിറ്റീവ് ഇൻഫർമേഷൻ, ഇന്റർനെറ്റ് യൂസേജ്, ഓൺലൈൻ ബിഹേവിയർ എക്സെട്ര. എന്നിട്ട് നമ്മുടെ നിർണായകമായ വിവരങ്ങൾ, അതേപോലെ ഇന്റർനെറ്റിന്റെ ഉപയോഗം, നമ്മൾ ഓൺലൈനിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, ഏതെല്ലാം പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്നു, ഇത്തരം വിവരങ്ങൾ കളക്ട് ചെയ്യുകയും ആരാണോ ഈ സ്പൈവെയർ
മാൽവെയറിനെ അയച്ചിട്ടുള്ളത് അവർക്ക് ഈ വിവരങ്ങൾ ചോർത്തി കൊടുക്കുകയും ചെയ്യുന്നു. അൺലൈക്ക് ട്രോജൻസ്, ഇറ്റ്സ് പർപ്പസ് ഈസ് നോട്ട് ടു കൺട്രോൾ യൂസേഴ്സ് കമ്പ്യൂട്ടർ. ട്രോജനെ പോലെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ കൺട്രോൾ കൈവശപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമൊന്നും ഇതിനില്ല. ബട്ട് ടു മോണിറ്റർ ദ ഓൺലൈൻ ബിഹേവിയർ ആൻഡ് ആക്ടിവിറ്റീസ് ടു കളക്ട് ഡാറ്റ ഫോർ കൊമേഴ്സ്യൽ യൂസ്. പ്രധാനമായിട്ടും നമ്മുടെ ഓൺലൈൻ ബിഹേവിയർ മോണിറ്റർ ചെയ്യുക, എന്നിട്ട് ആ വിവരങ്ങൾ കൊമേഴ്സ്യൽ യൂസിന് വേണ്ടിയിട്ട് ചോർത്തി കൊടുക്കുക എന്നുള്ളതാണ് ഇത്തരം മാൽവെയറുകൾ ചെയ്യുന്നത്. അപ്പൊ കമ്പനികൾ, ബിസിനസ്സുകളൊക്കെ കസ്റ്റമേഴ്സിന്റെ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി മാൽവെയർ ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം ഹാക്കേഴ്സ് കാര്യങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടിയിട്ടും മാൽവെയർസ് ഉപയോഗിക്കുന്നുണ്ട്. It observe the online activities of the user and send it to the snooper. അത് നമ്മുടെ ഓൺലൈൻ ആക്ടിവിറ്റീസ് ഒബ്സർവ് ചെയ്യുന്നു, നിരീക്ഷിക്കുന്നു, എന്നിട്ട് ഈ വിവരങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് ആരാണ് അവർ അയച്ചിട്ടുള്ളത് അവർക്ക് ഈ വിവരങ്ങൾ ചോർത്തി കൊടുക്കുകയും ചെയ്യുന്നു. സ്പൈവെയർസ് ആർ മെയിൻലി യൂസ്ഡ് ബൈ ഹാക്കേഴ്സ്, ബിസിനസ് ഫേംസ്, ഇ-കൊമേഴ്സ് സൈറ്റ്സ്, മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻസ് എക്സെട്ര. ഇവരെല്ലാമാണ് ഇത് ഉപയോഗിക്കുന്നത്. Next type of malware is adware. Adware is a malware that pops up unwanted advertisement on computer screen. Adware അത്ര പ്രശ്നക്കാരല്ല. എന്താണ് ഇവ ചെയ്യുന്നത്? That pops up unwanted advertisement on computer screen. നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീനിൽ നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത പരസ്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവ ചെയ്യുന്ന ദോഷം. ചില സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നും. ചില സമയത്ത് ചില വിൻഡോകളിൽ പരസ്യങ്ങൾ വരും. ആ വിൻഡോ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ മാറ്ററിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത്തരം മാൽവെയറുകളാണ് ആഡ്വെയറുകൾ. These ads are possibly targeted to the interest of the users by using information collected by spyware. നമ്മൾ നേരത്തെ പറഞ്ഞ സ്പൈവെയർ, കുക്കീസ്, ഇവയൊക്കെ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരസ്യങ്ങളായിരിക്കും ഇവ ഡിസ്പ്ലേ ചെയ്യുന്നത്. Then ransomware is the next one. Ransomware is a malicious software. ഇതൊരു അപകടകാരിയായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. That infect users computer system and displays messages demanding a fee to be paid to use the system again. അത് നമ്മുടെ സിസ്റ്റത്തിൽ ഡിസ്പ്ലേ ചെയ്യുന്നു, എന്നിട്ട് നമ്മളോട് പണം അടയ്ക്കാൻ പറയുന്നു. ആ പണം അടച്ചാൽ മാത്രമേ നമുക്ക് പിന്നെ ആ സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ റാൻസംവെയർ എന്ന് പറയുന്നത് 2017 മുതൽ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതലായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തായ്ലൻഡ്, അതേപോലെ തന്നെ UAE, ഇറാൻ, ബംഗ്ലാദേശ്, വിയറ്റ്നാം, സൗദി അറേബ്യ, ചൈന മുതലായിട്ടുള്ള രാജ്യങ്ങളിലാണ്. അപ്പൊ ഇത് ക്രിമിനൽസ് ആണ് ഇത് ഉപയോഗിക്കുന്നത്. അവര് ഈ ഒരു വൈറസിനെ സിസ്റ്റത്തിലേക്ക് കടത്തിവിടുന്നതോട് കൂടി ആ സിസ്റ്റം ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ക്രിമിനൽ മണി മേക്കിംഗ് malware. It has the ability to lock the computer or encrypt file to demand money. അതൊരു കമ്പ്യൂട്ടറിൽ പ്രവേശിക്കുന്നതോട് കൂടി ആ കമ്പ്യൂട്ടർ ലോക്ക് ആയിട്ട് മാറുന്നു, എന്നിട്ട് നമ്മളോട് ഒരു പണം അടയ്ക്കാൻ ആവശ്യപ്പെടുന്നു. അത് ചിലപ്പോൾ എന്ത് ചെയ്യുക, ക്യാഷ് ആയിട്ടാണ് അടയ്ക്കാൻ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ആയിട്ട് അടയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെടും. അങ്ങനെ പണം അടച്ചിട്ടില്ലെങ്കിൽ ആ കമ്പ്യൂട്ടറിലെ ഡാറ്റ അവർ എൻക്രിപ്റ്റ് ചെയ്ത് കളയുന്നു. എന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് ആ ഡാറ്റ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കളയും. അപ്പൊ ഇങ്ങനെ മണി മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്രിമിനൽ സോഫ്റ്റ്വെയർ ആണ് ransomware. Topic: how to avoid or remove malware. What are the ways to avoid or remove malware? കമ്പ്യൂട്ടർ വൈറസ് പോലെയുള്ള മാൽവെയറുകളിൽ നിന്ന് എങ്ങനെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനെ രക്ഷിക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻസ്റ്റാൾ ആന്റി വൈറസ് ഓർ ആന്റി മാൽവെയർ പ്രോഗ്രാം. നല്ല ഒരു ആന്റി വൈറസ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആന്റി മാൽവെയർ പ്രോഗ്രാം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ആന്റി വൈറസ് ഇസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു റിമൂവ് മാൽവെയർസ് സച്ച് ആസ് വൈറസസ് ഫ്രം ദ കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പോൾ വൈറസ് പോലെയുള്ള മാൽവെയറുകളെ കമ്പ്യൂട്ടറിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി, അല്ലെ കമ്പ്യൂട്ടറിലേക്ക് അത് പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയറുകളാണ് ആന്റി വൈറസ്. ഇൻസ്റ്റാൾ എ ട്രസ്റ്റഡ് ആന്റി വൈറസ്. നല്ല ഒരു കമ്പനിയുടെ ആന്റി വൈറസ് ഇൻസ്റ്റാൾ ചെയ്യുക. ആന്റി വൈറസ്, ആന്റി മാൽവെയർ ഓർ ഇന്റർനെറ്റ് സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ സച്ച് ആസ് കാസ്പർസ്കൈ, നോർട്ടൺ, അവീറ, K7 എക്സെട്ര, ഇങ്ങനെയുള്ള ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. അതിൽ ബേസിക് ആന്റി വൈറസ് സോഫ്റ്റ്വെയറുകൾ ഉണ്ട്, മാൽവെയർ, ആന്റി മാൽവെയർ സോഫ്റ്റ്വെയറുകൾ ഉണ്ട്, അതേപോലെ തന്നെ ഇന്റർനെറ്റിൽ നിന്നുള്ള എല്ലാ ത്രെഡ്സും പ്രിവെന്റ് ചെയ്യുന്ന ഇന്റർനെറ്റ് സെക്യൂരിറ്റി സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പൊ ഇത്തരം ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ആൻഡ് കീപ് ദിസ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റഡ് റെഗുലർലി. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആ സോഫ്റ്റ്വെയർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുകയും വേണം. കാരണം ഏറ്റവും പുതിയ വൈറസുകളെ നമുക്കത് പ്രിവെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ സിസ്റ്റം ഇടയ്ക്കിടയ്ക്ക് തന്നെ ഈ ആന്റി വൈറസ് ഉപയോഗിച്ചൊന്ന് സ്കാൻ ചെയ്യുന്നതും നല്ലതാണ്. ദെൻ ഇൻസ്റ്റാൾ സോഫ്റ്റ്വെയർ ഫ്രം റിലയബിൾ സോഴ്സസ് ഓൺലി. നമ്മൾ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, മൊബൈൽ ഫോണിലെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് റിലയബിൾ ആയിട്ടുള്ള വിശ്വാസയോഗ്യമായ സോഴ്സുകളിൽ നിന്ന് മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാവൂ. ഇൻസ്റ്റാൾ സോഫ്റ്റ്വെയർ ഫ്രം റിലയബിൾ സോഴ്സസ് സച്ച് ആസ് ഗൂഗിൾ പ്ലേ സ്റ്റോർ, മൈക്രോസോഫ്റ്റ് സ്റ്റോർ, സോഫ്റ്റ്വെയർ സെന്റർ ഓഫ് ലിനക്സ്, ആപ്പ് സ്റ്റോർ ഓഫ് ആപ്പിൾ, ഡയറക്റ്റ് വെബ്സൈറ്റ് ഓഫ് സോഫ്റ്റ്വെയർ കമ്പനീസ് എക്സെട്ര. നമ്മൾ സോഫ്റ്റ്വെയറുകളും ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഔദ്യോഗികമായ സോഴ്സുകളിൽ നിന്ന് മാത്രമേ ഇത്തരം സോഴ്സുകൾ, പ്ലേ സ്റ്റോർ, അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റ് സ്റ്റോർ, സോഫ്റ്റ്വെയർ സെന്റർ ഓഫ് ലിനക്സ്, ആപ്പിളിന്റെ ഐ സ്റ്റോർ, അതേപോലെയുള്ള ഔദ്യോഗിക സ്റ്റോറുകളിൽ നിന്നും അതേപോലെ തന്നെ കമ്പനികളുടെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് മാത്രമേ അത് ഡൗൺലോഡ് ചെയ്യാവൂ. അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ മാൽവെയർസും വരാനുള്ള സാധ്യത കൂടുതലാണ്.
Next, use or install a firewall. Firewall is a hardware component or software. Firewall എന്ന് പറഞ്ഞ ഒരു hardware and software combination ആണ്. എന്താണ് അത് ചെയ്യുന്നത്? That monitor incoming and outgoing network traffic and block malwares and unauthorized entries. നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നെറ്റ്വർക്കിലേക്ക് പോകുന്ന ഡാറ്റ, അതേപോലെ നെറ്റ്വർക്ക് ഇന്റർനെറ്റിൽ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വരുന്ന ഡാറ്റ, ഇത് മോണിറ്റർ ചെയ്ത് അതിൽ മാൽവെയർസ്, മാലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ്, മറ്റ് ദോഷകരമായ കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അത് ബ്ലോക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ കോമ്പണന്റ് ആണ് ഫയർവാൾ. ഫയർവാൾ ranges from basic software such as Windows Defender. ചിലപ്പോൾ ഒരു ബേസിക് സോഫ്റ്റ്വെയർ ആയിരിക്കും ഇത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വിൻഡോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഡിഫൻഡർ എന്ന് പറയുന്ന വിൻഡോസ് ഡിഫൻഡർ എന്ന് പറയുന്ന ഒരു ഫയർവാൾ ഉണ്ട്. ചിലപ്പോൾ അതൊരു ബേസിക് സോഫ്റ്റ്വെയർ ആവാം, അല്ലെങ്കിൽ ടു സ്പെഷ്യലൈസ്ഡ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഡിവൈസ്. വലിയ സ്ഥാപനങ്ങളിലൊക്കെ ഒരു കമ്പ്യൂട്ടറും അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറും ഉണ്ടാവും. അതാണ് ഫയർവാൾ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആ സ്ഥാപനത്തിലേക്ക് വരുന്ന മുഴുവൻ ഡാറ്റയും തിരിച്ചു പോകുന്ന ഡാറ്റയും ഒക്കെ മോണിറ്റർ ചെയ്യുകയും ഏറ്റവും സുരക്ഷിതമായിട്ടാണ് ഡാറ്റ കൈമാറ്റം ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനമായിരിക്കും അവിടെ firewall. Then use genuine operating system and keep it updated. Next one, do not use a pirated operating system in your computer. നമ്മുടെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ് പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം പൈറേറ്റഡ് ഉപയോഗിക്കാൻ പാടില്ല. അത് ജെന്യൂൻ ആയിട്ടുള്ളതേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പൈറേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സെക്യൂരിറ്റിക്ക് ത്രെഡ്സ് ഉണ്ടാവും. എന്ന് വെച്ചാൽ അവിടെ അത്തരം കമ്പ്യൂട്ടറുകളിലേക്ക് വൈറസുകളും അതേപോലെ ഹാക്കേഴ്സിനൊക്കെ കടന്നു കയറാൻ എളുപ്പമാണ്. യൂസ് എ ജെന്യുവിൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് കീപ് ഇറ്റ് അപ്ഡേറ്റഡ്. ജെന്യുവിൻ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രമേ ഉപയോഗിക്കാവൂ. അത് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. Next measure, testing in a single computer. Test new devices, applications, etc. in a single computer which is secured with antivirus, internet security software. ഒരുപാട് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ ഒരു കമ്പ്യൂട്ടർ ഇതിനു വേണ്ടി മാറ്റി വെക്കണം, ടെസ്റ്റിങ്ങിന് വേണ്ടി മാറ്റി വെക്കണം. അതിൽ ആന്റിവൈറസ്, ഇന്റർനെറ്റ് സെക്യൂരിറ്റി സോഫ്റ്റ്വെയർസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. എന്നിട്ട് പുതിയ ഏതെങ്കിലുമൊക്കെ ഡിവൈസസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുതിയ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യം ഈ കമ്പ്യൂട്ടറിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കുക. എന്നിട്ട് അത് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ മാൽവെയർസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തതിനു ശേഷം മാത്രമേ മറ്റു കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കാവൂ. Then secure networks. Secure your Wi-Fi network with strong passwords and other security measures. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ വൈഫൈ നെറ്റ്വർക്ക്സ് ഉണ്ടെങ്കിൽ അത് പാസ്വേഡ്സ് അല്ലെങ്കിൽ മറ്റ് എൻക്രിപ്ഷൻ പോലെയുള്ള വഴികളിലൂടെ അത് സെക്യൂർ ആക്കി മാറ്റേണ്ടതുണ്ട്. Never use unsecure networks such as public Wi-Fi, Wi-Fi hotspot, etc. to share data. അതേപോലെ നമ്മൾ ഡാറ്റ ഷെയർ ചെയ്യുമ്പോൾ പബ്ലിക് വൈഫൈ അല്ലെങ്കിൽ വൈഫൈ ഹോട്ട്സ്പോട്ട്, ചില നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലൊക്കെ ചെല്ലുമ്പോൾ അത്തരം വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ കിട്ടും. അതുമായിട്ട് കണക്ട് ചെയ്ത് കഴിയുന്ന ഡാറ്റ ഷെയർ ചെയ്യരുത്. Think before click. Do not open email attachments from unknown sources. നമുക്ക് ഇമെയിൽ ആയിട്ട് വരുന്നതിനകത്ത് ചിലപ്പോൾ നമ്മൾ അറിയാത്ത അൺനോൺ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് വരുന്ന ഇമെയിലിൽ ചിലപ്പോൾ അറ്റാച്ച്മെന്റ്സ് ഉണ്ടാവും. അത് തുറക്കാൻ പാടില്ല. അത്തരം അറ്റാച്ച്മെന്റുകളിൽ വൈറസ് അതുപോലുള്ള മാലീഷ്യസ് സോഫ്റ്റ്വെയർസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നെവർ ക്ലിക്ക് ഓൺ ലിങ്ക്സ് ഇൻ ആൻ അൺസോളിസിറ്റഡ് ഇമെയിൽ ആൻഡ് വാട്സ്ആപ്പ് മെസ്സേജ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത്ര ബെനിഫിറ്റ് കിട്ടുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന മെയിലുകൾ, വാട്സ്ആപ്പ് മെസ്സേജുകൾ, താഴെ ലിങ്കുകൾ ഉണ്ടാവും. ആ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അത്തരം ലിങ്കുകൾ, ആവശ്യമില്ലാത്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. കാരണം ഇതൊക്കെ സ്പൈവേഴ്സും അല്ലെങ്കിൽ വൈറസുകളും അല്ലെങ്കിൽ അതേപോലുള്ള മാലീഷ്യസ് സോഫ്റ്റ്വെയറുകളും ആവാനുള്ള സാധ്യതയുണ്ട്. Backup data regularly. It is important to backup data on a regular basis on an external device or cloud storage. നമ്മുടെ ഡാറ്റ വളരെ വിലപ്പെട്ടതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, ബാക്കപ്പ് ചെയ്ത് വെക്കണം. ഒന്നുകിൽ പെൻഡ്രൈവ് പോലെ ഡിവൈസുകളിലേക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ അത് ക്ലൗഡ് സ്റ്റോറേജിൽ ബാക്കപ്പ് ചെയ്ത് വെക്കേണ്ടതാണ്. The next issue of cyberspace is ethical issues or cyber ethics. Cyber ethics refers to a code of safe and responsible behavior of the internet community. ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ ഫോളോ ചെയ്യേണ്ട ചില മര്യാദകളുണ്ട്. ആ മര്യാദകളെയാണ് നമ്മൾ എത്തിക്സ് അല്ലെങ്കിൽ സൈബർ എത്തിക്സ് എന്ന് വിളിക്കുന്നത്. സൈബർ എത്തിക്സ് ഈസ് ദ ഓറൽ, ലീഗൽ ആൻഡ് എത്തിക്കൽ വാല്യൂസ് ടു ബി ഫോളോഡ് ബൈ ദ യൂസേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ഇന്റർനെറ്റ്. അത് എവിടെ എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല, മറിച്ച് ഓറൽ ആണത്. അതേപോലെ ലീഗൽ, നിയമപരമായിട്ട്, അതേപോലെ എത്തിക്കൽ, ധാർമ്മികപരമായിട്ട് നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകളാണ് സൈബർ എത്തിക്സ്. ഇറ്റ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ സ്റ്റുഡൻസ്, മാനേജേഴ്സ്, എംപ്ലോയീസ് ആൻഡ് അതർ ഇന്റർനെറ്റ് യൂസേഴ്സ്. ഇപ്പൊ ഒരു സ്ഥാപനത്തിലാണെങ്കിൽ, വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണെങ്കിൽ അധ്യാപകർക്കും കുട്ടികളോടും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ ഇവിടെ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പാലിക്കേണ്ടതാണ്. അതേപോലെ സ്ഥാപനമാകുമ്പോൾ അതിലെ മാനേജേഴ്സ്, എംപ്ലോയീസ്, ഇങ്ങനെ ഇന്റർനെറ്റ് യൂസേഴ്സിന് സൈബർ എത്തിക്സിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. സൈബർ എത്തിക്സ് നൗ ഇൻകോർപ്പറേറ്റഡ് ആസ് എ പാർട്ട് ഓഫ് കോർപ്പറേറ്റ് പോളിസീസ്. ഇപ്പൊ കമ്പനികളുടെ ഒക്കെ കോർപ്പറേറ്റ് പോളിസികളിൽ സൈബർ എത്തിക്സ് ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് തന്നെ പരിഗണിക്കുന്നുണ്ട്. മെനി കമ്പനീസ് ആർ നൗ ഗിവിംഗ് കമ്പൽസറി ട്രെയിനിങ് ഓൺ സൈബർ എത്തിക്സ് ടു ഇറ്റ്സ് എംപ്ലോയീസ്. മിക്കവാറും എല്ലാ കമ്പനികളും ഇന്ന് എംപ്ലോയീസിന് സൈബർ എത്തിക്സുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ, ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ കൊടുക്കുന്നുണ്ട്.
എക്സാമ്പിൾസ് ഓഫ് പ്രാക്ടീസസ് ദാറ്റ് വയലേറ്റ് സൈബർ എത്തിക്സ്. ഉദാഹരണമായിട്ട് നമുക്ക് സൈബർ എത്തിക്സിന് നിരക്കാത്ത അല്ലെങ്കിൽ സൈബർ എത്തിക്സിന് വിരുദ്ധമായിട്ടുള്ള ചില പ്രാക്ടീസുകൾ നമുക്ക് പരിചയപ്പെടാം. പ്ലാജിയറിസം, കോപ്പിയിങ് ദ വർക്ക് ഓഫ് അതേഴ്സ് ആൻഡ് യൂസിങ് ഇറ്റ് ആസ് ഓൺ. മറ്റൊരാളുടെ വർക്ക് കോപ്പി ചെയ്ത് എന്റേതാണെന്ന് പറയാം. അതുപോലെ സോഫ്റ്റ്വെയർ പൈറസി, അൺഓതറൈസ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് യൂസ് ഓഫ് സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയറിന്റെ ഇറക്കിയ കമ്പനിയുടെ അനുമതിയില്ലാതെ അല്ലെങ്കിൽ അവരുടെ ലൈസൻസ് ഇല്ലാതെ നമ്മൾ ആ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യുക. കളക്ട് ആൻഡ് യൂസ് പേഴ്സണൽ ഡാറ്റ ഓഫ് ദ ഇന്റർനെറ്റ് കമ്മ്യൂണിറ്റി വിത്തൗട്ട് ദെയർ കൺസെന്റ്. ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുടെ ഡാറ്റ ഇന്റർനെറ്റിൽ സ്പൈവെയർ ഉപയോഗിച്ച് കളക്ട് ചെയ്യുകയും അത് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുക. യൂസ് ഓൺലൈൻ കസ്റ്റമർ ഡാറ്റ ഇൻ എ മാനർ അഫക്റ്റിംഗ് ദെയർ പ്രൈവസി. കസ്റ്റമേഴ്സിന്റെ പ്രൈവസി അഫക്ട് ചെയ്യുന്ന രീതിയിൽ കസ്റ്റമേഴ്സിന്റെ ഡാറ്റ നമ്മൾ ഉപയോഗിക്കുക. ഇതെല്ലാം സൈബർ എത്തിക്സിന് നിരക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇന്ന് ലോകത്ത് നടന്നു വരുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു സൈബർ സ്പേസ് ഇഷ്യൂ ആണ്. Let me summarize the lesson. There are a lot of issues and threats related to cyberspace. സൈബർസ്പേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. അതിൽ നമ്മൾ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ലെസണിലൂടെ ഡിസ്കസ് ചെയ്തത്. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഡാറ്റ, മാൽവെയർ, അതേപോലെ എത്തിക്കൽ ഇഷ്യൂസ്. ബാക്കിയുള്ള ഇഷ്യൂസ് സൈബർ ക്രൈം, ഇൻഫർമേഷൻ ഓവർലോഡ്, സൈബർ അഡിക്ഷൻ, ഹെൽത്ത് ഇഷ്യൂസ്, ഇ വേസ്റ്റ് ആൻഡ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്, ഇവയെല്ലാം നമ്മൾ അടുത്ത വീഡിയോ ലെസണിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. Thank you.